എന്നുവെച്ചാൽ ഒരു പാരൻസ് എന്ന നിലയിൽ ഞാൻ ഈ വീഡിയോ ചെയ്യാതിരുന്നാൽ എൻ്റെ മക്കളോട് കാണിക്കുന്ന അനീതി എന്നേ ഞാൻ വിചാരിക്കും. ജനലക്ഷങ്ങൾ സാറിനെ വിശ്വസിച്ച് കൂടെ തന്നെ ഉണ്ട്. പിന്നെ എന്തിന് ഭയക്കണം, പിന്നെ എന്തിന് വിഷമിക്കണം, പിന്നെ എന്തിന് കരയണം? സാറിൻ്റെ ഈ ഒരു കരച്ചിൽ കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. ഉള്ളത് പറയാലോ, ഞാൻ കടൽ തീരത്ത് പോയി ഇരുന്നിട്ടുണ്ട്. ഇത് എങ്ങോട്ടാണ് പോകുന്നത് എനിക്കറിയില്ല. ഞാനിപ്പോൾ രണ്ടാമത്തെ തവണ, കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ മെൻ്റലി പെട്ടെന്ന് ഡിപ്രഷൻ വരും. കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പാട്, എനിക്ക് ജന്മന എൻ്റെ കാലിനൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ആ കാരണത്താൽ ഞാൻ ഈ 21-ാം വയസ്സിൽ ഞാൻ കട്ടുമ്പോൾ എടുക്കുമ്പോൾ എൻ്റെ ഉമ്മയാണ് എന്നെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയതൊക്കെ. അത്രയ്ക്ക് ടെൻഷനിലൂടെ ഞാൻ പോയിട്ടും എന്നെ നല്ല രീതിയിൽ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്ന ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കർശനമായിട്ട് അന്വേഷിക്കണം. അത് അന്വേഷണം എവിടം വരെ പോകുമോ അതിൻ്റെ റിസൾട്ട് എനിക്ക് അറിയണം സാർ. എൻ്റെ പേരല്ല, എനിക്ക് മറ്റ് യൂട്യൂബ് ചാനലുകളുടെയും ഉള്ളിലേക്ക് കേസ് അന്വേഷണം പോയിട്ടുണ്ട്. MS സൊല്യൂഷൻ എന്ന ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഒരു പിതാവ് എന്ന നിലയിൽ, ഒരു പേരൻസ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, കുട്ടികൾ ഇപ്പോഴാണ് നല്ല ആവേശത്തോടു കൂടി പഠിക്കാൻ തുടങ്ങിയത്. എൻ്റെ കുട്ടികൾ രാത്രി 1 മണി വരെ ഈ ഒരു ക്ലാസ്സിൽ ആവേശപൂർവം പഠിക്കാനിരിക്കുന്ന ഒരു കാഴ്ച കാണുമ്പോൾ പിതാവ് എന്ന നിലയിൽ ഒരുപാട് സന്തോഷമുണ്ട്. സ്കൂളിലെ അലസമായ പഠിത്തം ഇതുപോലുള്ള ക്ലാസ്സുകൾ വന്നപ്പോൾ നമ്മൾ പേരൻസിന്റെ ഒരുപാട് പ്രയാസം ഒഴിവായി കിട്ടി. നമ്മുടെ മക്കൾ ആവേശപൂർവം പഠിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. ഈ ഒരു സാറിനെ കുറിച്ചുള്ള ഒരു തെളിവുമില്ലാത്ത ആരോപണം ഒരു മനുഷ്യനെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ട് എന്നെങ്കിലും നിങ്ങളൊക്കെ മനസ്സിലാക്കണം. കുട്ടികൾ അലസമായ പഠനത്തിൽ നിന്നും വളരെ ആഹ്ലാദത്തോടും സന്തോഷത്തോടും ആത്മവിശ്വാസത്തോടും കൂടി ഇങ്ങനെ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്നത് കാണുമ്പോൾ ഒരു പിതാവ് എന്ന നിലയിൽ ഒരുപാട് സന്തോഷമാണ്. നമ്മുടെ മക്കളൊന്നും പഠിക്കരുത് എന്നാണോ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്? എത്ര രസകരമായിട്ടാണ് ഈ സാറ് ക്ലാസ് എടുക്കുന്നത്. ഈ ഞങ്ങൾ പോലും കേട്ടിരുന്ന് പഠിച്ചു പോവുകയാണ്. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആശിച്ചു പോവുകയാണ്. അദ്ദേഹത്തിന്റെ പ്രവചനം ശരിയായി എന്ന ഒറ്റൊരു ആരോപണത്തിന്റെ പേരിൽ അദ്ദേഹം അനുഭവിക്കുന്ന വേദനക്ക് നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. ഓൺലൈൻ ക്ലാസ് ഈ ഒരു MS സൊല്യൂഷൻ മാത്രമല്ല ഇന്ന് പ്രവർത്തിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ നിലപാട് എല്ലാ ന്യൂസ് ചാനലുകളിലും ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ സംശയം മറ്റു പല ഓൺലൈൻ ക്ലാസ്സുകളെയുമാണ്. ഇതിപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അതിക്രമമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനു വേണ്ടിയല്ലേ നമ്മൾ നടപടിയെടുക്കേണ്ടത്? ഒരു തെളിവുമില്ലാതെ ഒരു മനുഷ്യനെ ടോർച്ചർ ചെയ്യുക, ആ മനുഷ്യൻ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്നോ ആ മനുഷ്യൻ എത്രമാത്രം അപമാനിക്കപ്പെടുന്നുണ്ടോ എന്നോ ആർക്കും അറിയേണ്ടതില്ല. പരീക്ഷ പേപ്പർ ചോർന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യണം. ഒരു മനുഷ്യന്റെ ആത്മവിശ്വാസത്തെയാണ് തകർത്ത് കളയുന്നത്. ആ സാറ് എന്നിട്ടും ഒരുപാട് മാനസികാവസ്ഥയിൽ പെട്ടിട്ടും കുട്ടികളോട് ചിരിച്ചും കളിച്ചും ക്ലാസ് എടുക്കുന്നത് നമ്മൾ കണ്ടു. ആ ഒരു ആത്മവിശ്വാസം നശിപ്പിക്കലാണ് ചിലരുടെ ഉദ്ദേശം. അതിനൊരിക്കലും നിങ്ങൾ കൂട്ടുനിന്നുകൂടാ. ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ? അദ്ദേഹം എന്തിനും തെളിയിക്കാൻ അദ്ദേഹം തയ്യാറാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഈ പഠിച്ച ട്രിക്ക് തന്നെ മറ്റു ഓൺലൈൻ ക്ലാസ്സുകൾ കണ്ടിട്ടാണെന്ന്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രഡിക്ഷൻ ശരിയാകുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സംശയം മറ്റു ഓൺലൈൻ ക്ലാസ്സുകളെയാണ്. അദ്ദേഹം കോപ്പി അടിച്ചത് ഇവരൊക്കെയാണ്. അപ്പോൾ അതിലൊന്നും പോകാതെ ഒരു മനുഷ്യനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പരിപാടി ഈ കാണുന്ന നമുക്ക് മനസ്സിലാകുന്നില്ലേ? എനിക്ക് സാറിനോട് പറയാനുള്ളത്, സാറ് നമ്മുടെ മക്കളെ വിട്ടിട്ട് പോകരുത് എന്നാണ്. ഒരാൾ തള്ളിപ്പറഞ്ഞാലും ജനലക്ഷങ്ങൾ സാറിനെ വിശ്വസിച്ച് കൂടെ തന്നെ ഉണ്ട്. പിന്നെ എന്തിന് ഭയക്കണം, പിന്നെ എന്തിന് വിഷമിക്കണം, പിന്നെ എന്തിന് കരയണം? അപ്പോൾ നമ്മുടെ മക്കൾക്ക് സാറിനെ വേണം. സാർ ഒരു കാരണവശാലും വിഷമിക്കരുത്, കൂടെ തന്നെ ഉണ്ടാകും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.